നമസ്കാരം. പശ്ചിമേഷ്യയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ 12 ദിനങ്ങൾ. ഒടുവിൽ ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ ധാരണയിൽ എത്തിയിരിക്കുന്നു. എന്തായിരുന്നു സംഘർഷത്തിന് കാരണം? എങ്ങനെയാണ് സംഘർഷത്തിന് അവസാനമായത്? നമുക്ക് പരിശോധിക്കാം. ഗാസയിലെ ഹമാസ്, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ മിഷേലുകൾ, ഇവരുടെയെല്ലാം ശക്തി ക്ഷയിപ്പിച്ച ഇസ്രായേൽ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇവർക്ക് അംഗബലവും ആയുധവും ഒരുക്കി നൽകിയത് ഇറാൻ ആണ് എന്ന് കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള ഇറാനിൽ ആണവായുധങ്ങൾ നിർമ്മിക്കപ്പെട്ടാൽ അത് രാജ്യത്തെ പൗരന്മാർക്ക് ഭീഷണിയാകും എന്ന മൊസാദിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് 2025 ജൂൺ 13 ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ആദ്യ ദിനം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു. ഉന്നത സൈനിക ജനറൽമാരെയും മേധാവിയെയും വധിച്ചു. ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് മാസങ്ങൾക്ക് മുമ്പേ ഇറാനിൽ രഹസ്യത്താവളങ്ങൾ ഉണ്ടാക്കി ഇന്റലിജൻസ് സംവിധാനത്തിൽ നുഴഞ്ഞു കയറിയിരുന്നു. ബോംബ് ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ ഇറാന് ഉള്ളിൽ നിന്ന് ഡ്രോൺ ആക്രമണവും നടത്തി ഇസ്രായേൽ. തുടക്കത്തിൽ പകച്ചുവെങ്കിലും തിരിച്ചടിച്ച ഇറാൻ ഇസ്രായേലിന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഭേദിച്ചു. അയൺ ഡോമുകളെ മറികടന്ന മിസൈലുകൾ ടെൽ അവീവ് ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 12 ദിവസവും ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾ മണിക്കൂറുകളോളം ബങ്കറുകളിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായി. സംഘർഷത്തിന്റെ 10ാം ദിനം ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അമേരിക്കയുടെ B-2 ബോംബറുകൾ. അങ്ങനെയാണ് കടുത്ത സമ്മർദ്ദം ചെലുത്തി അമേരിക്കയെ യുദ്ധത്തിൽ കൂട്ടാളികൾ ആക്കിയത്. ഫൊർദോ, നദാൻസ്, ഇഫ്സഹാൻ ആണവ നിലയങ്ങൾ തകർത്തു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ ആക്രമിക്കും മുമ്പ് 400 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ മാറ്റി എന്നാണ് റിപ്പോർട്ടുകൾ. അത് എന്തു തന്നെയുമാകട്ടെ, അമേരിക്കയുടെ ആക്രമണത്തിന് അല്പം പോലും വൈകാതെ തിരിച്ചടിച്ചു ഇറാൻ. ഇറാഖിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ച ഇറാൻ ഖത്തറിലെ സൈനിക കേന്ദ്രത്തിലും ആക്രമണം നടത്തി. ഇറാന്റെ ഈ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ അമേരിക്കയുടെ നിർണായക ഇടപെടൽ. ഇരു രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപനം ലോകത്തെ അറിയിച്ചു. അങ്ങനെയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്നത്. 12 ദിവസത്തെ സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളിലുമായി 1002 പേർ മരിച്ചു എന്നാണ് കണക്കുകൾ. ഇറാനിൽ 974 പേർ മരിക്കുകയും 3458 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിൽ 28 ജീവനുകൾ പൊലിഞ്ഞു, 1000 പേർക്ക് പരിക്കേറ്റു. അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം ഇതാണ്: ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്?